ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എൻ്റെ നന്നായി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് നേരം, ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറച്ച് നേരത്തെ പഠന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ നമ്മൾ ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് പഠിക്കുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ് കേട്ടോ. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ, അതായത് എനിക്കിപ്പോൾ മിനിമം ഒരു ദിവസം ഒരു 7 ടോപ്പിക്ക് കവർ ചെയ്യണം എന്നുള്ളത്, മിനിമം 7 ടോപ്പിക്ക് കവർ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ അതൊരു ഇങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ടൈം ടേബിളുണ്ട്. അതായത് രാവിലെ 8 ടു രാത്രി 10 എന്നുള്ളത് ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ടൈം ടേബിളിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. പഴയ പോലെ ഇങ്ങനെ ഒരേ ടോപ്പിക്ക് തന്നെ പഠിച്ച് അങ്ങനെ പോകുന്നതല്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പഠിക്കാനായിട്ട് എന്താണോ നമുക്കൊരു തോന്നൽ, അതായത് ഇന്നത്തെ ദിവസം ഓക്കെ ഇന്നിത് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ബുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിളാണ്. ടൈം ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ 8 മണിക്ക് തുടങ്ങും കേട്ടോ. ഇത് രാവിലെ 8 മണി മുതൽ ഇത് 10 മണിക്ക് അവസാനിക്കുന്ന ഒരു ടൈം ടേബിളാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇന്നെന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് എല്ലാം 1 അവർ വെച്ചിട്ട്, പിന്നെ എക്കണോമിക്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫെയർ, ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം. ഡിഗ്രി ലെവലിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണാൻ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ 2021 മുതൽ 24 വരെയുള്ളതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. അപ്പോൾ അത് കാണാത്തവർ കാണാം. അപ്പോൾ ഇതാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ടൈം ടേബിൾ കേട്ടോ. എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതെടുക്കാം. ഇതിൽ നമുക്ക് മലയാളം എടുക്കാം. ഓക്കെ, മലയാളത്തിൽ ഇന്ന് ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കാം. എന്നത് ശൈലികളാണ് കേട്ടോ. ശൈലികൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇത് പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കുകയാണിത്. ഇതിപ്പോൾ ഈ പുതിയ ബുക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്യയുടെ റാങ്ക് ഫയൽ. ഇതിപ്പോൾ പുതിയതാണ്. അപ്പോൾ ഇത് മേടിച്ചതിന് ശേഷം ഞാൻ ഇതിലുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ബാക്കി എന്ന് പറയുമ്പോൾ ഈ പഴഞ്ചൊല്ലുകൾ, ശൈലികൾ ഇതൊക്കെ ഓൾറെഡി തീർത്തതാണ് കേട്ടോ. അത് നമ്മുടെ റാങ്ക് ഫയൽ, വേറെ റാങ്ക് ഫയൽ, 10th ലെവലിൻ്റെ റാങ്ക് ഫയൽ, അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സസും ഒക്കെ കണ്ടിട്ട് ഇത് ഓൾറെഡി തീർത്തതാണ്. പക്ഷേ ഇതിലെന്തായാലും പുതിയതായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ കുറച്ച് കാര്യങ്ങൾ എന്തായാലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മലയാളം പഠിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മളുടെ നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലോ, അതായത് 5 to 10 ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ വന്നിട്ട് ഓരോ ചാപ്റ്റർ കഴിയും തോറും അതിൻ്റെ അവസാനത്ത് വന്നിട്ട് നമ്മളുടെ ഇതുപോലെ ശൈലികൾ അല്ലെങ്കിൽ വേർഡുകൾ എക്സ്ട്രാ നമ്മളുടെ ഒരു ടോപ്പിക്കിൽ, അതായത് ഒരു കഥയിലോ അല്ലെങ്കിൽ ഒരു കവിതയിലോ കൊടുത്തിട്ടുള്ള ഒരു വേർഡ്, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, പദപരിചയം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അത് നോട്ട്സ് മേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു 5ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക് എടുക്കും, അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കും, എന്നിട്ട് അതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റത്തെ പേജിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ അറിയാം നമുക്കത് എന്താണ് ആവശ്യമുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാനത് ഒന്നായിട്ട് എഴുതിയെടുത്തിട്ട് അതൊരു 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതാണെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഞാനത് പഠിച്ചു തീർക്കും. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ മലയാളത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കിന് ചോദിക്കുന്നതിൽ ഒരുപാട് SCERT നിന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് നമ്മളുടെ കഴിഞ്ഞ എക്സാമുകളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ക്ലാസ്സസ് കാണുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇത് SCERT വന്നാണ്, ഇത് SCERT വന്നാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊന്നും വലിയ ഇതുണ്ടായിരുന്നില്ല. പിന്നീട് അവർ വിത്ത് പ്രൂഫ് കാണിച്ചപ്പോൾ എനിക്കത് ഓക്കെ, അത് പറയുന്നത് ശരിയാണെന്നുള്ളത് എനിക്ക് തോന്നി. അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് മലയാളം ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു ടോപ്പിക്ക് തീർത്ത് കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കും, വീണ്ടും അതിൻ്റെ എക്സസൈസ് ഭാഗത്തോട്ട് പോകും, അത് എഴുതിയെടുക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ മലയാളത്തിനും വേണ്ടിയിട്ടൊക്കെ ഒരു കുഞ്ഞു ബുക്ക് കിട്ടും. അത് ഇവിടെ നിന്ന് ഇത്രയുള്ള ഒരു കുഞ്ഞു ബുക്ക് ഇപ്പം ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ യൂസ്ഫുള്ളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശൈലികൾ എന്താണെങ്കിലും കേട്ടോ, പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും മലയാളം പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ആദ്യത്തെ ഒരു 5 എണ്ണം നമ്മളിങ്ങോട്ട് എടുക്കുക. ആദ്യത്തെ ഒരു 5 എണ്ണം എടുക്കുക. ആദ്യത്തെ ഒരു 5 എണ്ണം എടുത്തു കഴിഞ്ഞിട്ട്
ഇത് 5 നമ്മൾ പഠിക്കുക. ഓക്കെ, ഈ 5 നമ്മൾ ആദ്യം പഠിച്ച് നല്ല രീതിയിൽ നമ്മൾ തറവാക്കണം. ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത 5 പോവാവൂ. ഓക്കെ, അടുത്ത 5 അപ്പം നമ്മൾ മലയാളം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 10 വീതം പഠിച്ചാൽ മതി. അതായത് ഒരു ദിവസം 10 പഠിക്കുന്നു, അടുത്ത ദിവസം വീണ്ടും 10 പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു ടോപ്പിക്കൊക്കെ നമുക്കൊരു 3 days 4 days കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്ട്രാ എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലായിട്ട് മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കണ്ടോ, ഇതിൽ മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് പുതിയതായിട്ട് എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കാനായിട്ട് പോകുന്നത് മലയാളത്തിൻ്റെ ഈ ഒരു 5 കേട്ടോ. ഈ ഒരു 5 നോക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത 5 നോക്കാം. ഇതിൽ കുറേയൊക്കെ എനിക്ക് പുതിയ വേർഡുകളാണ്, ബാക്കി കുറേ എണ്ണമൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് തീർത്തിട്ട് കാണാം. ഞാനിപ്പോൾ ഒരു 15-16 ഞാൻ തീർത്തു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കുറേയൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ പഠിച്ചത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 16 ഓളം ഞാൻ ഇപ്പോൾ തീർത്തു കേട്ടോ. അപ്പോൾ അത് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 5 വീതമായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും, കുറച്ചുകൂടെ ഓർത്ത് വെക്കാനും കാര്യങ്ങളും നല്ലതായിരിക്കും. നാളെ പഠിക്കുന്ന സമയത്ത് അതും കൂടെ ചേർത്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ½ an hour 45 minutes ആയി ഇപ്പോൾ ഞാനത് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വായിച്ചും കൂടെ നോക്കി കേട്ടോ. ചുമ്മാ നാളെ പഠിക്കാനുള്ളതും കൂടെ ചുമ്മാ ഒന്ന് വായിച്ചു കൂടെ നോക്കി. അപ്പോൾ മലയാളത്തിൻ്റെ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇംഗ്ലീഷ് എടുക്കാം. ഓക്കെ, ഇംഗ്ലീഷ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മളുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് വിടുമ്പോഴേക്കും എനിക്ക് ടച്ച് വിട്ടു പോകുന്ന ഒരു സംഭവമാണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ളൊരു പേപ്പറാണ് കേട്ടോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത്യാവശ്യം എനിക്ക് ഗ്രാമറും കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് വേർക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇതാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിനും മാത്സിനൊക്കെ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ടൈം കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞാൻ എല്ലാത്തിനും കേട്ടോ ഓൾമോസ്റ്റ് എല്ലാത്തിനും, ഇതിപ്പോൾ എൻ്റെ പുതിയ നോട്ടാണ്, പഴയത് കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ നോട്ട് ക്യാരി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നോട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും പല വിധമാണ്, ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോട്ട് എഴുതിയിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് പറയാനുള്ളത് ഈ സെയിം സംഭവം തന്നെയാണ്. അതായത് കുറേശ്ശെ പഠിക്കുക. ഓക്കെ, നമ്മൾ കുറച്ചായിട്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. കണ്ടോ, ഇത് നമ്മൾ കുറച്ചായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഒരു ദിവസം ഇത്ര പാട്ട് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമ്മൾ പഠിച്ചാലായിട്ട് മതിയാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് നോക്കി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് മാത്സ് ആണ്. മാത്സിന് കുറച്ച് കൂടുതൽ ടൈം എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. കാരണം മാത്സ് ജസ്റ്റ് 1 hour കൊണ്ടൊന്നും ഒന്നും ആവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയും കൂടെ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള ഓൾമോസ്റ്റ് ജസ്റ്റ് ഒരു PQൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടോ. ഉച്ച വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മളുടെ ഇത് 3 കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതുപോലെ PQയും കൂടെ കഴിഞ്ഞ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ചെയ്തിരുന്നു. ഉച്ച കഴിഞ്ഞു. ഇതിപ്പോൾ ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ ഇനി നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ഒന്ന് നോക്കണം, ഹിസ്റ്ററി ജോഗ്രഫി ഒന്ന് നോക്കണം. ഓക്കെ, ഹിസ്റ്ററി ജോഗ്രഫി ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാനേ ഇന്ന് പറ്റുള്ളൂ. കാരണം എനിക്കിന്ന് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എക്കണോമിക്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ NCERT ആണ്. NCERTയിൽ ഇതുണ്ടോ സാമ്പത്തിക ശാസ്ത്രം ബുക്കാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ചാപ്റ്റർ പഠിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ചുമ്മാ അപ്പോൾ വായിച്ചു വിടുന്ന ആ ഒരു ലെവലിലേ ഉള്ളൂ. പിന്നീട് ഇപ്പോൾ എനിക്ക് ഏതാണ് അതെ ആമുഖം ഓക്കെ, ഇത് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു ടച്ച് വിട്ടുപോയി. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയതിന് ശേഷം ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതൊന്നും എല്ലാം ഒന്നും നമുക്ക് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അല്ലേ? സംഭവം എക്കണോമിക്സ് ആണ്, പക്ഷെ എന്നാലും നമ്മളുടെ ബയോളജിയുടെ ഭാഗത്തൊക്കെ കാണുന്നൊരു സംഭവമാണല്ലേ. അപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി വായിച്ചു നോക്കണം കേട്ടോ. എല്ലാം ഒന്നും ആവശ്യമില്ല, പക്ഷെ എന്നാലും വായിച്ചു നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. കാരണം ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് കിടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കുടുംബശ്രീ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വൺ വേർഡായിട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കെന്നും യൂസ്ഫുള്ളും എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ എളുപ്പവും എനിക്കിങ്ങനെ ഈ പാരഗ്രാഫായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബുക്കായിട്ട് ഇങ്ങനെ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ NCERTയുടെയൊക്കെ ബുക്സ് വാങ്ങാൻ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് മേടിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പം എക്സാമൊക്കെ കഴിയുന്ന കുട്ടികളുടെ കയ്യിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. കാരണം ഈ മാർച്ചോട് കൂടിയിട്ട് ഒരുപാട് പേരുടെ എക്സാമുകൾ കഴിയും. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ആ പേരും പറഞ്ഞിട്ട് അവരോട് നമുക്ക് ബുക്സ് മേടിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പേരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ എല്ലാ ബുക്കും ഇല്ല. നമ്മളുടെ ഇതുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പിന്നെ നമ്മളുടെ പൊളിറ്റിക്സ്
പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ എക്കണോമിക്സ് ഉണ്ട്. അത് പലതും ചിലത് +1, ചിലത് +2 അങ്ങനെയാണ്. അപ്പോൾ എനിക്കതൊന്നും അറേഞ്ച് ചെയ്തിട്ട് മുഴുവനായിട്ട് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് ബുക്ക് മേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് ബുക്ക് മേടിച്ചാൽ നമുക്ക് ടെൻഷനാണ്. കാരണം എല്ലാ പോയിൻറ്റ്സും അതിൽ ആഡ് ആയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ ചിലത് വിട്ടുപോയിട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെ നമുക്ക് ടെൻഷനാണ്. ഇതാവുന്ന സമയത്ത് നമുക്ക് സ്വയം വായിച്ച് നമുക്ക് സ്വയം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാം. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ വേറെ ആരെയും കുറ്റം പറയില്ലല്ലോ. കാരണം ഇതുണ്ടായിരുന്നില്ല അതുണ്ടായിരുന്നില്ല എന്നുകൊണ്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ ജസ്റ്റ് വായിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ അടയാളപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചാപ്റ്ററാണ് വേണ്ടത്, അന്നൊരു കമൻറ്റ് കണ്ടിരുന്നു. നമ്മൾ NCERT പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് വേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതും അതുപോലെ തന്നെ ഓൾറെഡി എക്സാമുകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതുമായിട്ടുള്ളതും റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ പഠിച്ചു പോകുന്നത്. അല്ലാതെ ഇന്നത് വേണം, ഇന്ന ചാപ്റ്റർ വേണ്ട, ഇന്നത് വേണം എന്നുള്ളത് സീരിയസ്ലി എനിക്കറിയില്ല. ഞാൻ വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് പോകുന്നത്. നമ്മുടെ GDP കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ ഒരുപാടുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ളത് വായിച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് അടയാളപ്പെടുത്തി പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇപ്പോൾ ബാങ്കുകളൊക്കെ റിലേറ്റഡ് ആയിട്ട് RRB അവാർഡിൻ്റെ ഇതൊക്കെ എനിക്കിതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയില്ല. ഞാൻ വായിച്ച് നോക്കിയതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ വായിച്ച് ആരുടെയെങ്കിലും കുട്ടികളുടെ നിന്ന് ആരുടെയെങ്കിലും മേടിച്ചിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഇത് നല്ലതാണ്, ഇങ്ങനെ വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, കാരണം നമുക്ക് കുറച്ച് ടൈം കൂടെ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. ജോഗ്രഫി പഠിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ എനിക്കതൊന്ന് പഠിക്കാനൊരു മൂഡില്ല. കാരണം വായിച്ചുകൊണ്ടേ ഇരിക്കണം, ഒരുപാട് നേരം വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഇന്നൊരു ഇതില്ല. അപ്പം ഞാൻ അടുത്തത് നമ്മളുടെ സുപ്രധാന നിയമങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അന്നൊരു ചെറിയ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് അങ്ങനെ അവിടെ നിർത്തിയതാണ്. പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുപോലെ എല്ലാം പഠിച്ചതാണ് കേട്ടോ. ഒരു റിവിഷൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എല്ലാം മറന്നു പോയതുപോലെ തോന്നുകയാണ്. ഇപ്പോൾ എല്ലാം പുതിയതായിട്ട് കാണുന്നത് പോലെ ഉണ്ട്, പലതും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് സുപ്രധാന നിയമങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. വിവരാവകാശ കമ്മീഷൻ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടൊക്കെ. വിവരാവകാശ കമ്മീഷനൊക്കെ ഇപ്പോൾ സ്ഥിരം ചോദ്യപേപ്പറിലെ താരമാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, അതിലെന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ടൈമിൽ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇന്ന് ഇതാണ് നോക്കാനായിട്ട് പോകുന്നത്. വിവരാവകാശ കമ്മീഷൻ ജസ്റ്റ് ഒന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്കിത് തീർക്കാനായിട്ട് പറ്റും. ഞാനിത് മുഴുവനൊന്നും പഠിക്കില്ല കേട്ടോ. കാരണം എനിക്ക് വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ഏതാണോ തോന്നണം ഞാൻ അത് മാത്രമേ ഞാൻ പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇതാണ് വിവരാവകാശ കമ്മീഷനും കാര്യങ്ങളാണ് ഇന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാത്സ് രാവിലെ പറഞ്ഞതുപോലെ തന്നെ അത് ആ ഒരു ടോപ്പിക്കിൽ തീർത്തിട്ടില്ല. അടുത്തതിലോട്ട് ഞാനൊരു വൈകുന്നേരത്തോട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണുന്നത് ജെറിൻ സാറുടെ ക്ലാസ്സാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജെറിൻ സാറുടെ ക്ലാസ് അല്ലാതെ ഞാൻ മാത്സിന് വേറെ ആരുടെയും ക്ലാസ് കാണാറില്ല. ഇപ്പോൾ നമ്മളൊരു പെയ്ഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഇതിൽ നമ്മൾ ചേർന്നിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരിക്കലും അവരുടെ ക്ലാസ് കാണാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കാരണം എനിക്ക് സാറ് പറയുന്നത് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതി നമ്മൾ പഠിച്ച് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം PSCയിലെ ബെസ്റ്റ് എന്ന് പറയുന്നത് സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ. എനിക്കത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് എന്നുള്ളൊരു ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ സാറിൻ്റെയൊക്കെ. അപ്പോൾ ഒരു ക്ലാസ്സൊക്കെ കണ്ടോ 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ലെങ്ത്തുള്ളതായിരിക്കും സാറിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ ഞാനിതൊന്ന് കണ്ടു കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. പരിപാടി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കലാണ്. അപ്പോൾ അത് രാവിലെ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അടുത്തത് വൈകുന്നേരം ഒന്നുകൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്ന് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് എടുക്കും. എന്നിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, എന്നാലും ഓപ്ഷൻസ് ടിക്ക് ചെയ്യും. എന്നിട്ട് അവസാനം ലാസ്റ്റത്തെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് ഞാൻ ഇത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി 2 എണ്ണം വെച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെയ്തൊരു പ്രാക്ടീസും ആവും. പിന്നെ ഞാൻ മറ്റേ കറുപ്പിക്കുന്ന സംഭവം മേടിച്ച് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഡെയിലി ഓരോന്ന് 2 എണ്ണം വീതം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയ്ക്ക് പോയി നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊരു ആഴ്ചയിലൊരു 3 തവണയോ അങ്ങനെയൊക്കെ ഞാനത് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. കാരണം ഇപ്പം നമ്മൾ കുറച്ച് എക്സാം എഴുതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഒരുപാട് കണ്ടിന്യൂ ആയിട്ട് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ടൈം ഇതാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിൽ
ടൈമർ ഓൺ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ടൈമർ ഓണാക്കി വെച്ചിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിന് നമ്മൾ ആവണമല്ലോ. അതുകൊണ്ടോ 1 അവർ 30 മിനിറ്റ്സ് 50 മിനിറ്റ്സ് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരമായി. അപ്പോൾ എനിക്കിന്ന് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ നിർത്തുകയാണ്. വിചാരിച്ച പോലെ എല്ലാം ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എല്ലാത്തിനും 1 അവർ കൊടുക്കാനും പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ഒരുവിധം പെട്ട എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും നല്ല രീതിക്ക് പഠിക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു സ്റ്റഡി വ്ളോഗായിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ.